ഇസ്രായേലും അമേരിക്കയും സംയുക്തമായി യമനെ ആക്രമിക്കാൻ തീരുമാനിച്ചതും അതിൻ്റെ ആദ്യപടി എന്നോണം യമന്റെ തലസ്ഥാന നഗരിയെ ആക്രമിച്ചിരിക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടും ഇപ്പോൾ പുറത്തു വരികയാണ്. സർവ്വമേഖലയിലും നാശം വിതക്കുന്ന ഒരു രാജ്യമായി അല്ലെങ്കിൽ ഒരു സൈനിക സംവിധാനമായി യമൻ മാറിയിരിക്കുന്നു എന്നുള്ളതും ആയതിനാൽ തന്നെ തിരിച്ചടി തീർച്ചയായിട്ടും അവരർഹിക്കുന്നു എന്ന തരത്തിലാണ് അമേരിക്കയുടെ സൈനിക മേധാവികൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചിരിക്കുന്നത്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഏറെക്കുറെ വലിയ മുന്നേറ്റങ്ങൾ പാലസ്തീൻ്റെ മേഖലയിലും ലെബനാന്റെ മേഖലയിലുമൊക്കെ ഉണ്ടാക്കുകയും അതോടൊപ്പം തന്നെ സിറിയന്റെ ഭരണം അട്ടിമറിഞ്ഞതോടുകൂടി അവിടെ ആധിപത്യം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുകയും ചെയ്തു എന്ന് ലോകത്തോട് വിളിച്ചു പറയുന്നതിൽ ഇസ്രായേൽ വിജയിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ തന്നെയാണ് അതിശക്തമായിരിക്കുന്ന ആക്രമണം യമന്റെ ഭാഗത്തുനിന്ന് ഇസ്രായേലിന്റെ തലസ്ഥാനമായിരിക്കുന്ന തെല്ലവീവിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അത് പല തരത്തിലും പല സമയങ്ങളിലും ഈ ആക്രമണം നടക്കുന്നു. ഹൈപ്പർസോണിക് മിസൈൽ ഉപയോഗിച്ചുള്ള ആക്രമണത്തെ പ്രതിരോധിക്കാൻ വേണ്ടി അയൺ ഡോം പോലെയുള്ള സംവിധാനത്തിനും അമേരിക്കയുടെ പ്രതിരോധ സംവിധാനത്തിനും സാധിക്കാത്തതിന്റെ നാണക്കേട് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇസ്രായേൽ അനുഭവിക്കുകയാണ്. അപ്പോൾ തലസ്ഥാന നഗരിയെ വീണ്ടും വീണ്ടും ആക്രമിക്കുന്നത് സാമ്പത്തിക രംഗത്തും സുരക്ഷാ സംബന്ധമായിരിക്കുന്ന കാര്യത്തിലും വലിയ രീതിയിലുള്ള പ്രയാസം ഇസ്രായേലിന് സൃഷ്ടിക്കുന്നു. അതോടൊപ്പം ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയെ പ്രതിരോധിക്കുന്ന യമനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ രീതിയിലുള്ള പ്രയാസങ്ങൾ ആ മേഖലയിലും ഉണ്ടാവുന്നു. ഇതിനാൽ തന്നെ യമനെയും അല്ലെങ്കിൽ യമൻ പ്രതിനിധീകരിക്കുന്ന ഹൂത്തി വിഭാഗത്തെയും ഇല്ലാതാക്കുക അല്ലെങ്കിൽ അവരുടെ സൈനിക ശക്തി ദുർബലപ്പെടുത്തുക എന്നുള്ളത് തങ്ങളുടെ അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് എന്നുള്ളിടത്തേക്കാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇസ്രായേലും അമേരിക്കയും സംയുക്തമായി എത്തിയിരിക്കുന്നത്. പക്ഷേ ഇതിന്റെ പ്രത്യാക്രമണങ്ങളും അതോടൊപ്പം തന്നെ പ്രതിരോധവും എത്രത്തോളം കഠിനമാകും എന്ന് ആർക്കും പറയാൻ പറ്റാത്തൊരു സാഹചര്യങ്ങൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ മിഡിൽ ഈസ്റ്റിന്റെ മേഖലകളിലും അതേപോലെ തന്നെ യമന്റെ ഏരിയകളിലൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രണ്ട് വിഷയങ്ങൾ ഇവിടെ പ്രതികരിക്കുന്നുണ്ട്. അതിൽ ഒന്ന്, യമനും ഇസ്രായേലും രാജ്യാതിർത്തി പങ്കിടുന്ന രാജ്യമല്ലാത്തതിനാൽ 2000 കിലോമീറ്റർ വൈദൂരത്തിൽ പറന്നു വേണം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കാൻ. എന്നാൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവരുടെ കപ്പലുകളും സൈനിക സംവിധാനങ്ങളും ചെങ്കടലിന്റെ തീരങ്ങളിൽ ഉണ്ട് എന്നതിനാൽ അവിടെ നിന്ന് നേരിട്ടുകൊണ്ട് ആക്രമിക്കാൻ വേണ്ടി സാധിക്കും എന്നതും അതോടൊപ്പം തന്നെ ജോർദാനെ കൂടി ഇതിൽ പങ്കാളിത്തം വഹിച്ചുകൊണ്ട് ജോർദാനിൽ നിന്ന് ആക്രമിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം പരിശോധിക്കുന്നു എന്ന തരത്തിലുള്ള വിവരമാണ് പുറത്തു വരുന്നത്. യുദ്ധത്തിന് കാഠിന്യം കൂടുന്നു എന്നുള്ളതും യുദ്ധത്തിന് യാതൊരു ഇളവും ഇല്ല എന്നുള്ളിടത്തേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഒതുക്കേണ്ടത് ഇറാനെയാണ്, പക്ഷേ ഇറാനെ ഒതുക്കാൻ വേണ്ടിയിട്ട് അമേരിക്കക്ക് പോലും സാധിക്കാത്ത ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു. അതുകൊണ്ട് അതിന്റെ പ്രോക്സി വിഭാഗങ്ങൾ ഏത് ഭാഗത്തുണ്ടെങ്കിലും അവിടെ ആക്രമിക്കുക, അവരില്ലാതാക്കുക, സൈനിക ബലം സൈനിക ശക്തി കുറക്കുക എന്ന കാര്യത്തിലേക്കാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇസ്രായേലും അമേരിക്കയും സംയുക്തമായി എത്തിയിരിക്കുന്നത് എന്നുള്ള വിഷയമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഏത് തരത്തിലുള്ള മുന്നേറ്റം സിറിയയുടെ ഭാഗത്ത് ഉണ്ടാക്കിയാലും അവർ തങ്ങളുടേതായിരിക്കുന്ന രാജ്യത്തെ ജനങ്ങൾക്ക് സുരക്ഷിത ബോധം ഉണ്ടാക്കുന്ന കാര്യത്തിൽ പൂർണ്ണമായിരിക്കുന്ന പരാജയമാണ്. ഇത്ര ഒരു വർഷവും മൂന്നാമത്തെ മാസത്തിലേക്ക് പ്രവേശിച്ചിട്ടും യഥാർത്ഥത്തിൽ ബന്ദികളുമായി ബന്ധപ്പെട്ട വിഷയത്തിന് ഒരു പൂർണ്ണമായിരിക്കുന്ന പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി ഇസ്രായേലിന് സാധിക്കാത്തത് ഗവൺമെന്റിനും സൈനിക മേധാവികൾക്കും വലിയ രീതിയിലുള്ള മാനക്കേടുണ്ടാക്കിയ കാര്യമാണ്. അതോടൊപ്പം തന്നെ സിറിയയുടെ മേഖല ഗോലാൻ കുന്നിന്റെ പ്രദേശങ്ങളൊക്കെ ഇസ്രായേൽ വെട്ടിപ്പിടിച്ചതുമായി ബന്ധപ്പെട്ട് UN സഭയിൽ പല രാഷ്ട്രങ്ങളും പ്രമേയം അവതരിപ്പിക്കുകയും പ്രമേയത്തിന് ഇസ്രായേൽ മറുപടി പറയുന്നതിനിടയിൽ ഇറാൻ ഒരു പുതിയ പ്രഖ്യാപനം കൂടി വരുത്തിയിരിക്കുന്നു. ഗോലാൻ കുന്നിൽ നിന്ന് ഇസ്രായേൽ സൈനികരെ തങ്ങൾ തുരത്തുക തന്നെ ചെയ്യുമെന്നുള്ളത്. അത് ഏത് തരത്തിലാണ് ഏത് രൂപത്തിലാണ് അവർ ഉദ്ദേശിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള ഒരു വ്യക്തത ഇപ്പോഴും പൂർണ്ണമായിട്ടില്ല. അതൊരു പ്രതിസന്ധിയായിട്ട് തന്നെ നിലനിൽക്കുകയാണ്. കാര്യം അവർ പറയുന്നത് ഈ പ്രദേശത്ത് ഇസ്രായേൽ തുടർന്നിടത്തോളം കാലം ആ മേഖലയിലുള്ള മുസ്ലിം രാജ്യങ്ങൾക്ക് എല്ലാ കാലത്തും വലിയ ഭീഷണി ഉണ്ടാവും. ആ ഭീഷണി ഒഴിവാക്കണമെങ്കിൽ ഗോലാൻ കുന്നിൽ പ്രത്യേകിച്ച് UN സഭ പ്രമേയത്തിലൂടെ പാസാക്കിക്കൊണ്ട് അതിർത്തി നിർണയിക്കപ്പെട്ട ബഫർ സോണിന്റെ മേഖലയിൽ നിന്ന് അവരെ തുരത്തുക എന്നുള്ളത് അനിവാര്യമായിരിക്കുന്ന കാര്യമാണ്. അത് തങ്ങൾ ചെയ്യുമെന്ന് ഇറാൻ പറഞ്ഞതോടുകൂടി വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഗോലാൻ കുന്നിന്റെ പ്രദേശവുമായിട്ടുണ്ടായിട്ടുണ്ട്. 1967 അറബ് ഇസ്രായേൽ യുദ്ധത്തോടനുബന്ധിച്ച് സിറിയയുടെ ഭാഗത്തുനിന്ന് പിടിച്ചെടുത്താണ് ഗോലാൻ കുന്നിന്റെ ഒരു പ്രദേശം. ലെബനാന്റെ ഭാഗത്തുനിന്ന് പിടിച്ചെടുത്ത പ്രദേശവുമായിട്ട് ബന്ധപ്പെട്ട് അന്ന് മുതൽ തന്നെ ലെബനാന്റെ സൈന്യവും ഇസ്രായേലിന്റെ സൈന്യവും തമ്മിൽ ഏറ്റുമുട്ടൽ തുടർക്കഥയായിരുന്നു.
പിന്നീട് കുറഞ്ഞൊരു ഭാഗം 40% എന്നൊക്കെ പറയുന്നുണ്ട്, അത്രയും ഭാഗങ്ങളിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിന്തിരിഞ്ഞോടേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടായത് ശക്തമായിരിക്കുന്ന ലെബനാന്റെ ചെറുത്തുനിൽപ്പുമായി ബന്ധപ്പെട്ടുള്ള ഗുണമാണ് അവരിൽ നിന്ന് പ്രതിഫലിച്ചത് എന്നതിനാൽ അവർക്കെതിരെ ഇസ്രായേൽ സൈന്യത്തിനെതിരെ ഏതൊക്കെ തരത്തിൽ അക്രമം നടത്തിയിട്ടുണ്ടോ അക്രമത്തിന്റെ അവസാനം ഇസ്രായേൽ പരാജയപ്പെടുക തന്നെ ചെയ്തിട്ടുണ്ട്. അവരെ ഭയപ്പെട്ടുകൊണ്ടോ അല്ലെങ്കിൽ അവർ വലിയ ശക്തിയാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് മാറി നിൽക്കുന്ന എല്ലാ കാലത്തും വലിയ രീതിയിലുള്ള പരാജയങ്ങളും നഷ്ടങ്ങളും അറബ് രാജ്യത്തിന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് കൃത്യമാണ്. ഇപ്പോൾ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി UN സഭയിൽ തന്നെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പരാമർശിച്ചത് സ്ഥിരമായ രീതിയിൽ സിറിയ ആക്രമിക്കാനോ സിറിയന്റെ പ്രദേശം പിടിച്ചെടുക്കാനോ തങ്ങൾ ഉദ്ദേശിക്കുന്നില്ല, തങ്ങളുടെ സുരക്ഷിതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് താൽക്കാലികപരമായിരിക്കുന്ന ഒരു മുന്നേറ്റം മാത്രമാണ് സൃഷ്ടിച്ചത് എന്ന തരത്തിലാണ്. എന്നാൽ യഥാർത്ഥത്തിൽ അവിടെ നടക്കുന്ന സംഭവങ്ങൾ അങ്ങനെയല്ല, അതിനപ്പുറമാണ്. പരമാവധി സിറിയയുടെ സൈനിക മേഖലയിലും ആയുധ മേഖലകളും തകർത്തിരിക്കുന്നു. ആ തകർത്തവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം തന്നെ വലിയ വിവാദങ്ങൾ പുറത്തു വരുന്നു. ആരാണ് ഇത്ര കൃത്യമായ രീതിയിൽ സിറിയയുടെ സൈനിക മേഖലയുടെ രഹസ്യങ്ങൾ ചോർത്തിക്കൊടുത്തത് എന്നതുമായിട്ട് ബന്ധപ്പെട്ട വലിയ വിഷയങ്ങൾ നിലനിൽക്കുന്നു. അതിനിടയിലാണ് ഇപ്പോൾ യമനുമായിട്ട് ബന്ധപ്പെട്ട വലിയ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നതും യമനെ പ്രതിരോധിക്കാൻ വേണ്ടി ഇസ്രായേലിന് സാധിക്കാത്ത ഒരു പ്രതിസന്ധിയും സൈറൺ മുയങ്ങാത്ത പല അക്രമം നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഹൈപ്പർസോണിക് മിസൈൽ ഉപയോഗിച്ചുകൊണ്ടുള്ള അക്രമം എന്ന് പറഞ്ഞാൽ ശബ്ദത്തേക്കാൾ വേഗതയിൽ സഞ്ചരിച്ചുകൊണ്ട് ലക്ഷ്യം കണ്ട് ആക്രമിക്കാൻ സാധിക്കും എന്ന തരത്തിലാണ്. അപ്പോൾ രാജ്യത്തിന്റെ തലസ്ഥാന നഗരി തന്നെ ഇത്രയും ഉദ്യോഗം നിറഞ്ഞ ഒരു സ്ഥിതിയിലേക്ക് പോകുന്ന സമയത്ത് രാഷ്ട്രത്തിന്റെ ഭരണ സംവിധാനം വലിയ രീതിയിൽ പ്രതിസന്ധി നേരിടും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഈ ഒരു സാഹചര്യമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇസ്രായേൽ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. സമാനമായിരിക്കുന്ന സ്ഥിതി ചെങ്കടൽ അമേരിക്ക നേരിട്ടുകൊണ്ടിരിക്കുന്നതിനാൽ രണ്ട് രാജ്യങ്ങളുടെയും മുഖ്യ ശത്രു യമനായി മാറിയിരിക്കുന്നു. അങ്ങനെ യമനെ സംയുക്തമായ രീതിയിൽ ആക്രമിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു എന്നിടത്തേക്ക് കാര്യങ്ങൾ പോകുന്നു. അപ്പോൾ ഇവിടെ ഇനി അടുത്ത വിഷയം എന്ന് പറയുന്നത് അറബ് രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന അമേരിക്കയുടെ സൈനിക മേഖല, അതേപോലെ തന്നെ അമേരിക്കൻ എയർപോർട്ടുകൾ, ഇതിനെയൊക്കെ ആക്രമിക്കുന്ന സ്ഥിതിവിശേഷം വരുമോ എന്നൊരു ഭയപ്പാടും യഥാർത്ഥത്തിൽ ഇപ്പോൾ അമേരിക്കക്കുണ്ട്. പക്ഷേ യമനെ ഒതുക്കാത്ത രീതിയിലാണെങ്കിൽ ഇത് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റില്ല. കാര്യം എന്ന് പറയുന്നത് ലോക രാജ്യങ്ങൾക്ക് മുൻപിൽ അമേരിക്ക നാണം കെട്ടിരിക്കുന്ന ഒരു സ്ഥിതിയാണ്. ഇത്രയും വലിയ സൈനിക ശക്തിയുള്ള ഒരു രാജ്യം യമനിൽ പ്രവർത്തിക്കുന്ന ഒരു വിമതപക്ഷത്തെ ഇല്ലാതാക്കാൻ വേണ്ടി സാധിക്കുന്നില്ല എന്ന് പറയുന്നത് വലിയ നാണക്കേടായിട്ട് തന്നെ അമേരിക്കയ്ക്ക് മുൻപിൽ നിലനിൽക്കുന്നു. ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ യാത്രാ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളും ഇപ്പോൾ യഥാർത്ഥത്തിൽ വഴിമുട്ടി നിൽക്കുകയാണ്. മുന്നോട്ടില്ലാത്ത സ്ഥിതിവിശേഷമാണ്. അമേരിക്കയെ ഒരു രാജ്യം വിശ്വാസത്തിലെടുക്കുന്നില്ല, കപ്പൽ കമ്പനികളും വിശ്വാസത്തിലെടുക്കുന്നില്ല. ഏറെക്കുറെ അറബ് രാജ്യങ്ങളും അമേരിക്കയുമായിട്ട് അകന്നു നിൽക്കുന്ന ഒരു സാഹചര്യം അവർക്ക് വല്ലാത്ത രീതിയിൽ പ്രതിസന്ധിയും പ്രയാസം ഉണ്ടാക്കുന്നു. അപ്പോൾ ഏത് തരത്തിൽ ഇത് ലക്ഷ്യം കാണും എന്ന് പറയാൻ വേണ്ടി സാധിക്കുന്നില്ല. കാര്യമെന്ന് പറയുന്നത് ബങ്കറിൽ ഒളിക്കുന്ന രീതി ഇപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം, ഇസ്രായേൽ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ 24 മണിക്കൂറും ബങ്കറിൽ താമസിക്കുന്ന ഒരു സ്ഥിതിവിശേഷം വന്നിരിക്കുന്നു എന്നുള്ളതാണ്. സൈറൺ മുയങ്ങുന്നതും സൈറൺ മുയങ്ങാത്തതുമായിരിക്കുന്ന ആക്രമണങ്ങൾ ഉണ്ടാവുന്നു. പല ഘട്ടത്തിലും പല രൂപത്തിലും അത് വരുന്നു. അപ്പോൾ ഈ പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന, അല്ലെങ്കിൽ ഒരു രാജ്യം മുഴുവൻ ഇത് അനുഭവിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യങ്ങൾ ഇസ്രായേലിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടുണ്ടായതാണ്. അപ്പോൾ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യങ്ങൾ നോക്കുന്ന സമയത്ത് ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും സംയുക്തമായിരിക്കുന്ന യമന് നേരെയുള്ള ആക്രമണം എത്രത്തോളം പ്രത്യാഘാതം ഈ മേഖലയിൽ സൃഷ്ടിക്കും, എത്രത്തോളം പ്രത്യാഘാതം ഇസ്രായേൽ അനുഭവിക്കേണ്ടി വരും എന്ന കാര്യം തുടർ ദിവസങ്ങളിൽ തീർച്ചയായിട്ടും നമ്മൾക്ക് അറിയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്.